സോ ഇതാണ് റിയൽമിയുടെ ലേറ്റസ്റ്റ് റിയൽമി P4R. റിയൽമി പറയുന്നതനുസരിച്ച് ഈ ഫോൺ ഓഫറൊക്കെ ചേർത്ത് 20,000 റുപ്പീസിന്റെ താഴെ വരും. 20,000 രൂപയുടെ താഴെയുള്ള ഒരു ഫോൺ അൺബോക്സിംഗ് ടെസ്റ്റ് ഒക്കെ ചെയ്തിട്ട് കുറേ കാലമായി. എന്ത് ചെയ്യാൻ പറ്റും, മാർക്കറ്റിന്റെ അവസ്ഥ അങ്ങനെയാണ്. സോ ആദ്യം ഞാൻ ഈ റിയൽമി P4Rന്റെ എല്ലാ സ്പെസിഫിക്കേഷൻസും ഫീച്ചേഴ്സും എന്തൊക്കെയുണ്ട് എന്തൊക്കെയില്ല എല്ലാം ഞാൻ ക്ലിയർലി ഷെയർ ചെയ്യാം. അതിനുശേഷം ഈ ഫോണിനെ കുറിച്ചുള്ള എൻ്റെ ഒപ്പീനിയൻ, ഈ ഫോൺ മാത്രമല്ല ഈ ഫോണും ഇപ്പം നിലവിലുള്ള ഒരു പ്രൈസിങ് കാര്യങ്ങൾ മാർക്കറ്റും പിന്നെ എൻ്റെ അവസ്ഥയും ഞാൻ ഈ ഒരു വീഡിയോയുടെ അവസാനം ഷെയർ ചെയ്യുന്നുണ്ട്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. വീഡിയോ ഫുള്ള് കാണുക, കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യാതെ ലെറ്റ്സ് റോ. സോ ഇതാണ് P4Rന്റെ ബോക്സ്. അൺബോക്സ് ചെയ്യുമ്പോൾ ഫോൺ ഉണ്ട്, ട്രാൻസ്പെറന്റ് TPU കേസ്, ചാർജർ, ടൈപ്പ് സി കേബിൾ. സോ ഇതാണ് റിയൽമി P4Rന്റെ സിൽവർ ഗ്ലെയർ എന്ന കളർ ഓപ്ഷൻ. മറ്റു രണ്ട് കളർ ഓപ്ഷൻസ് ആണ് ടൈറ്റാനിയം ഗ്ലെയർ ആൻഡ് ലാവെൻഡർ ഗ്ലെയർ. സോ നോർമലി 20,000 റുപ്പീസിന് താഴെയുള്ള പ്രൈസ് സെഗ്മെന്റിൽ വരുന്ന അതേ ബിൽഡ് ആണ് തന്നിരിക്കുന്നത്. അതായത് പ്ലാസ്റ്റിക്കിന്റെ ബാക്ക് ആണ്, പ്ലാസ്റ്റിക്കിന്റെ ഫ്രെയിം ആണ്. ബട്ട് യെസ്, ഈ കാണുന്ന ക്യാമറ ഡെക്കോ ഉണ്ടല്ലോ, ഈ ക്യാമറ മോഡ്യൂൾ അത് യെസ് മെറ്റൽ ആണ്. സോ ദാറ്റ് ഈസ് നൈസ് ആക്ച്വലി. ഫോണിന്റെ വെയിറ്റും തിക്നെസ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം കനമുള്ള ഫോണാണ്, അത്യാവശ്യം തിക്ക് ഫോണാണ്. കാരണം ഈ ഫോണിന്റെ ഉള്ളിൽ കൊടുത്തിരിക്കുന്ന ബാറ്ററിയാണ് 8000 mAh ബാറ്ററിയാണ് റിയൽമി ഈ ഫോണിന്റെ ഉള്ളിൽ ഇട്ട് തന്നിരിക്കുന്നത്. റിയൽമി പറയുന്നതനുസരിച്ച് 20,000 രൂപയുടെ താഴെ ഏറ്റവും വലിയ ബാറ്ററിയുമായി വരുന്ന ഫോണാണ് ഈ റിയൽമി P4R. ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. കിടിലൻ ബാറ്ററി ബാക്കപ്പ് ആണ്. ഒബ്വിയസ്ലി 8000 mAh ബാറ്ററി ഉണ്ട്. ഈസിലി 2-2.5 ദിവസത്തെ ബാറ്ററി ബാക്കപ്പ് തരുന്നുണ്ട്. അത്യാവശ്യം നല്ല ഹെവി യൂസ് ആണെങ്കിൽ നിങ്ങൾ ഒരുപാട് TV സീരീസ്, മൂവീസ്, അതും 5G ഇട്ടുകൊണ്ടൊക്കെ കാണുകയാണെങ്കിലും 2 ദിവസത്തെ ബാറ്ററി ബാക്കപ്പ് എന്തായാലും കിട്ടും. സോ നിങ്ങൾ ഒരുപാട് ട്രാവലിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ടെങ്കിൽ, അതായത് രാവിലെ എഴുന്നേറ്റ് ബാറ്ററി ചാർജ് ചെയ്ത് രാത്രി ആകുമ്പോഴേക്കും ബാറ്ററി തീർന്നു പോകുമോ, പിറ്റേ ദിവസം വരെ നിൽക്കുമോ, ആ ഒരു ഭയം ഉണ്ടെങ്കിൽ ഇവിടെ ആ ഭയം എന്തായാലും വേണ്ട. വെരി വെരി നൈസ് ബാറ്ററി ബാക്കപ്പ്. അതിനോടൊപ്പം തന്നെ 45 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ബോക്സിൽ ചാർജറും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ ദാറ്റ് ഈസ് ഓൾസോ നൈസ്. IP റേറ്റിംഗ് നോക്കുകയാണെങ്കിൽ IP65 സർട്ടിഫൈഡ് ആണ്. സോ നിങ്ങൾക്ക് ഈ ഒരു ഫോൺ വെള്ളത്തിൽ ഇങ്ങനെ മുക്കിയെടുക്കാൻ പറ്റൂല. പക്ഷേ ഇപ്പം മഴ സീസൺ ആണല്ലോ, സോ ചെറിയ രീതിയിലുള്ള വെള്ളവും മഴയൊക്കെ ഇവിടെ ചാറ്റൽ മഴയൊക്കെ ഇവിടെ കൊള്ളുകയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, അതൊക്കെ ഇതിന് എടുക്കാൻ പറ്റും. പിന്നെ ഇതിന്റെ ക്യാമറ മോഡ്യൂളിൻ്റെ ഇവിടെയായിട്ട് കണ്ടില്ലേ പൾസ് ലൈറ്റ്, അതായത് RGB ലൈറ്റിംഗ് സെറ്റപ്പ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അറിയാലോ, നമ്മൾ പല വീഡിയോസിന് കണ്ടതാണ്. നോട്ടിഫിക്കേഷൻസ് വരുമ്പോഴും ഫോൺ കോൾ വരുമ്പോഴും നമ്മൾ ഗെയിമിംഗ് ചെയ്യുമ്പോഴും മ്യൂസിക് പ്ലേ ചെയ്യുമ്പോഴും ആ സമയത്തൊക്കെ ഇത് ഇവൻ ചാർജ് ചെയ്യുമ്പോഴും ഈ സംഭവം ഇങ്ങനെ കത്തി നിൽക്കും. നമുക്ക് വേണമെങ്കിൽ സെറ്റിംഗ്സിൽ കയറിയിട്ട് കളർ മാറ്റാം, എത്ര സമയത്തേക്ക് വേണം, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിന്റെ ബാക്കിൽ ഒരു ഗ്ലോസി മാറ്റ് ഫിനിഷ് ആണ് കൊടുത്തിരിക്കുന്നത്. അതായത് ഭയങ്കരമായിട്ടുള്ള ഒരു ഷൈനി മാറ്റല്ല, അതായത് കണ്ണാടി പോലെ അല്ല ഇരിക്കുന്നത്, പക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടും ടിൽറ്റ് ചെയ്യുമ്പോൾ തിളങ്ങുന്നുണ്ട്. ഹൈബ്രിഡ് സിം സ്ലോട്ട് ആണ് വരുന്നത്. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ 2 സിം അല്ലെങ്കിൽ ഒരു സിമ്മും ആൻഡ് SD കാർഡും ഇതിൽ ഇടാൻ പറ്റും. 6.8 ഇഞ്ച് സൈസ് ഉള്ള ഒരു 144 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്ന HD+ IPS LCD ഡിസ്പ്ലേ ആണ് തന്നിരിക്കുന്നത്. HD+ IPS LCD ഡിസ്പ്ലേ ആയതുകൊണ്ട് ഡീറ്റെയിൽസ് ആണെങ്കിലും കളേഴ്സ് ആണെങ്കിലും കുറവായിട്ട് തോന്നും, പ്രത്യേകിച്ച് നമ്മൾ ആംബുലർ ഡിസ്പ്ലേയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. തീർച്ചയായിട്ടും ബ്രൈറ്റ്നസ് എനിക്ക് പിന്നെയും ഓക്കെ ആയിട്ടാണ് തോന്നിയത്. ഞാൻ ഔട്ട്ഡോർ ഇൻഡോർ എല്ലായിടത്തും ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. ഈവൻ ഔട്ട്ഡോർ കൊണ്ടുപോകുമ്പോഴും ഡിസ്പ്ലേ ക്ലിയർ ആണ്, ഫോട്ടോസും ടെക്സ്റ്റൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഭയങ്കര വെട്ടം, അതായത് കൊടും വെയിലൊക്കെ ആണെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് ഫേസ് ചെയ്യേണ്ടി വരും. LCD ഡിസ്പ്ലേ ആയതുകൊണ്ട് സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സ്കാനറാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ യെസ്, ഔട്ട് ഓഫ് ദ ബോക്സ് പ്രീ അപ്ലൈഡ് സ്ക്രീൻ പ്രൊട്ടക്ടറും കൊടുത്തിട്ടുണ്ട്. സ്പീക്കർ നോക്കുകയാണെങ്കിൽ ജസ്റ്റ് ഓക്കെ, ഡീസെന്റ് ആണ്. ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഒന്നും അല്ല, മോണോ സ്പീക്കർ ആണ് വരുന്നത്. ഇവിടെ 400% വരെ കൂട്ടാനുള്ള അതൊക്കെ ഉണ്ട്. പക്ഷേ എൻ്റെ സജഷൻ ആയിരിക്കും അങ്ങോട്ട് കൂട്ടാതിരിക്കുക, അല്ലെങ്കിൽ ചെറിയ രീതിയിലുള്ള പൊട്ടലും ചീറ്റിൽ നിങ്ങൾ ഫേസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ബാക്കി ഈ ഫോൺ ദൂരെ വെച്ച് പാട്ടുകളും കാര്യങ്ങളും പോഡ്കാസ്റ്റ് ഒക്കെ കേൾക്കാൻ വേണ്ടി ഡീസെന്റ് സ്പീക്കർ, അത്രേ ഉള്ളൂ. മീഡിയ ടെക്കിന്റെ ഡയമൻസിറ്റി 6300 ചിപ്സെറ്റ് ആണ് തന്നിരിക്കുന്നത്. LPDDR4X റാം ഉണ്ട്. UFS 2.2 സ്റ്റോറേജ് ആണ് വരുന്നത്. റാം സ്റ്റോറേജ് വേരിയന്റ് നോക്കുകയാണെങ്കിൽ 4GB + 120GB ആണ് സ്റ്റാർട്ടിങ്. യെസ്, ഇപ്പം മാർക്കറ്റിന്റെ പ്രൈസിങ് അവസ്ഥ ഇപ്പം അങ്ങനെയാണ്. 20,000 റുപ്പീസിന് താഴെ 4GB 120GB ആണ് സ്റ്റാർട്ടിങ്. ഇതിന്റെ പെർഫോമൻസ് ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. 10,000-12,000 രൂപ കിട്ടിക്കൊണ്ടിരുന്ന ഫോൺ ഓർമ്മയുണ്ട് കഴിഞ്ഞ വർഷം. ഈ 12,000 റുപ്പീസിന് താഴെ കിട്ടിക്കൊണ്ടിരുന്ന ഫോൺ ആ സെയിം പെർഫോമൻസ് ആണ്, കാരണം ആ സെയിം ചിപ്സെറ്റ് ആണ്. സോ ആ സെയിം പെർഫോമൻസ് പ്രതീക്ഷിച്ചാൽ മതി. ഗെയിമിംഗ് കാര്യങ്ങളൊക്കെ കാഷ്വൽ ഗെയിമിംഗ് ആണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം, അതായത് ഈവൻ BGMI ആണെങ്കിലും കളിക്കാൻ പറ്റും. പക്ഷേ ഗെയിമിങ്ങിന് വേണ്ടിയുള്ള ഫോണല്ല ഇത്, നോർമൽ ഡേ ടു ഡേ യൂസേജിന് വേണ്ടിയുള്ള ഫോണാണ്. പിന്നെ ഓവർ ഹീറ്റിംഗ് കാര്യങ്ങളെ കുറയ്ക്കാൻ വേണ്ടിയുള്ള വേപ്പർ ചേമ്പർ കൂളിംഗ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നില്ല ഈ ചിപ്സെറ്റ് ഇത്ര ഭയാനകമായിട്ട് ഓവർ ഹീറ്റിംഗ് ഒക്കെ ചെയ്യുന്നു. ലേറ്റസ്റ്റ് Android 16 ബേസ് ആയിട്ടുള്ള Realme US 7 ആണ് കൊടുത്തിരിക്കുന്നത്. റിയൽമി ഫോണിന്റെ കൂടെ 2 വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റിനെ പ്രോമിസ് ചെയ്തിട്ടുണ്ട്. പിന്നെ നോർമലി റിയൽമി ഫോൺസിൽ വരുന്ന ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് റിയൽമിയുടെ സ്വന്തം ഫോൺ ഡയലർ ആയതുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ ഓട്ടോ കോൾ റെക്കോർഡിംഗ് അല്ലെങ്കിൽ അനൗൺസ്മെന്റ് ഇല്ലാത്ത കോൾ റെക്കോർഡിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ
ആപ്പ് ക്ലോണിങ്ങിന്റെ ഫീച്ചറും ആപ്പ് ലോക്കിന്റെ ഫീച്ചറൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ റിയൽമി ഫോൺസിൽ വരാറുള്ള ഔട്ട്ഡോർ മോഡ് ഉണ്ടല്ലോ, ബേസിക്കലി ഫുഡ് ഡെലിവറി ചെയ്യുന്ന ചേട്ടന്മാർക്കും ചേച്ചിമാർക്കും ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. ഇത് ടേൺ ഓൺ ചെയ്തത് ഇവിടെ ബിഡ്ജറ്റ് ഉണ്ട്. ഈ ബിഡ്ജറ്റ് ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ടേൺ ഓൺ ചെയ്താൽ ഓട്ടോമാറ്റിക്കലി ഫോണിന്റെ ബ്രൈറ്റ്നസ് ഒക്കെ ഇങ്ങനെ കൂടിയിട്ട് ഔട്ട്ഡോറിൽ യൂസ് ചെയ്യാൻ വേണ്ടി കുറച്ചും കൂടി എളുപ്പമായിരിക്കും. ടച്ച് ഒക്കെ കുറച്ചും കൂടി റെസ്പോൺസീവ് ആയിരിക്കും. പിന്നെ ആപ്ലിക്കേഷൻസ് നോക്കുകയാണെങ്കിൽ കുറെ പ്രീ ഇൻസ്റ്റാൾഡ് ആപ്ലിക്കേഷൻസ് ബ്ലോട്ട്വെയർസും കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതായത് ബ്ലോക്ക് ബ്ലാസ്റ്റും ക്യാൻഡി ക്രഷ് ഒക്കെ ഉണ്ട്. അതെല്ലാം നിങ്ങൾ എടുത്തെടുത്ത് ഡിലീറ്റ് ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ ഹോട്ട് ആപ്സും ഹോട്ട് ഗെയിംസ് ഒക്കെ വന്നിട്ടുണ്ട്. അതും ഇങ്ങനെ ഡിസേബിൾ ചെയ്യേണ്ടി വരും. സോ ലേശം പണി നിങ്ങൾ എടുക്കേണ്ടി വരും ഈ ഒരു സോഫ്റ്റ്വെയർ ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി. AI ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ഗൂഗിൾ ജെമിനി ഇവിടെ പ്രസന്റ് ഹോൾഡ് ചെയ്തിട്ട് ഗൂഗിൾ ജെമിനി നിങ്ങൾക്ക് ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റും. സർക്കിൾ ടു സെർച്ച് വർക്ക് ആവുന്നുണ്ട്. ആൻഡ് ഈവൻ റിയൽമിയുടെ AI ഫീച്ചർ ഉണ്ടല്ലോ, അതായത് നോട്ട്സ് ആപ്ലിക്കേഷനുള്ള AI ഫീച്ചർ. സോ റിയൽമിയുടെ ഈ AI ഫീച്ചേഴ്സ് ക്ലൗഡ് ബേസ്ഡ് AI ഫീച്ചേഴ്സ് ആയതുകൊണ്ട് ചിപ്സെറ്റ് അത്രയും പവർഫുൾ അല്ലെങ്കിലും നിങ്ങൾക്ക് ഇവിടെ AI യൂസ് ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞില്ല, നോട്ട്സിന്റെ AI ആപ്ലിക്കേഷൻ, അതായത് ടെക്സ്റ്റ് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ രീതിയിൽ പോളിഷ് ചെയ്യാൻ പറ്റും, റീറൈറ്റ് ചെയ്യാൻ പറ്റും. ആപ്പ് ഓപ്പണിംഗ്, ആപ്പ് ക്ലോസിംഗ്, ആനിമേഷൻസ് ഉണ്ടല്ലോ, നോർമലി ബഡ്ജറ്റ് ഫോണിൽ നിന്ന് അത് എടുത്ത് കളയാറുണ്ട്. ഇവിടെ അതുണ്ട്. കണക്ടിവിറ്റിയുടെ ഡിപ്പാർട്ട്മെന്റ് എനിക്ക് ഓക്കെ ആയിട്ട് തോന്നി. 5G ഒക്കെ നല്ലോണം പിടിക്കുന്നുണ്ട്. ഡൗൺലോഡ് സ്പീഡ്സ് ഒക്കെ ഓക്കെ ആണ്. അതിൽ ഇഷ്യൂ ഒന്നുമില്ല. കോൾ ഡ്രോപ്സ് ഒന്നും ഇല്ലായിരുന്നു. ഈവൻ ഇയർ പീസിന്റെ ക്വാളിറ്റിയും എനിക്ക് ഓക്കെ ആയിട്ട് തോന്നി. 50 മെഗാ പിക്സലിലെ സിംഗിൾ ക്യാമറയാണ് ഈ ഫോണിന്റെ ബാക്കിൽ കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ടിലുള്ളത് 8 മെഗാ പിക്സലിന്റെ ക്യാമറയാണ്. ക്യാമറ ക്വാളിറ്റി, അതായത് കിട്ടുന്ന ഫോട്ടോസിന്റെ ക്വാളിറ്റി വളരെ ഡീസെന്റ് ആണ്. അറിയാലോ, ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, ആ ചിപ്സെറ്റ് 10 രൂപ 12 രൂപ കിട്ടിക്കൊണ്ടിരുന്ന ചിപ്സെറ്റ് ആണ്. സോ ആ രീതിയിലുള്ള ഒരു ക്യാമറ പെർഫോമൻസ് പ്രതീക്ഷിച്ചാൽ മതി. കളേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ഈ പോർട്രേറ്റ് ഫോട്ടോസ് എടുക്കുമ്പോൾ ചിലപ്പോഴൊക്കെ മുടിയിൽ അവിടെ ഇവിടെ ആ കട്ട് ഔട്ട് ലേശം പാളി പോകുന്നുണ്ട്. ബാക്കി ഓവറോൾ ഡീസെന്റ് പെർഫോമൻസ് അത്രേ ഉള്ളൂ. ഓക്കെ, ഞാൻ സാമ്പിൾസ് ഷെയർ ചെയ്യുന്നുണ്ട്, കണ്ടു നോക്കുക. മെയിൻ ക്യാമറ, ഫ്രണ്ട് ക്യാമറ രണ്ടും വെച്ച് നമുക്ക് 1080p 30 FPS വീഡിയോസ് റെക്കോർഡ് ചെയ്യാൻ പറ്റും. അതിന്റെ സാമ്പിൾസ് ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ ഇതിന്റെ AI ക്ലൗഡ് ബേസ്ഡ് AI ആയതുകൊണ്ട് ഗാലറിയിലുള്ള എല്ലാ AI ഫീച്ചേഴ്സ് വരുന്നുണ്ട്. അതായത് AI ഇറേസർ, അനാവശ്യമായുള്ള കാര്യം നിങ്ങളുടെ ഫോട്ടോ എടുത്ത് മാറ്റി തരുന്ന AI ഇറേസർ, AI പോർട്രേറ്റ് ഗ്ലോ ഇവിടെ വരുന്നുണ്ട്. അറിയാലോ, ഞാൻ ഓൾറെഡി ഏതോ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ എടുക്കുന്ന ഫോട്ടോയുടെ ഒരു ഭാഗം ഇരുണ്ടിരിക്കുകയാണെങ്കിൽ ഇത് ഉപയോഗിച്ച് നമുക്ക് അവിടെ ഇങ്ങനെ ലൈറ്റ് കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ AI അൾട്രാ ക്ലാരിറ്റി, AI പെർഫെക്റ്റ് ഷോട്ട്, അൺബ്ലർ, റിമൂവ് റിഫ്ലക്ഷൻസ്, ഈ പറയുന്ന എല്ലാ AI ഫീച്ചേഴ്സ് ഇവിടെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ ഈ ഫോണിന്റെ ഡിസൈൻ നോക്കുകയാണെങ്കിൽ ബിൽഡ് ഡിസൈൻ എനിക്ക് ഓക്കെ ആയിട്ടാണ് തോന്നിയത്. അതായത് നോർമലി ഈ പ്രൈസ് റേഞ്ചിൽ വരുന്ന പ്ലാസ്റ്റിക്കിന്റെ ബിൽഡ് കാര്യങ്ങളെ കൊടുത്തിരിക്കുന്നത്. മെറ്റൽ ഡെക്കോ ഉണ്ട്, IP65 റേറ്റിംഗ്, മിലിറ്ററി ഗ്രേഡ് പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട്. ബാറ്ററി ബാക്കപ്പ് ഇസ് നൈസ്. ഞാൻ പറഞ്ഞ പോലെ നിങ്ങളുടെ പ്രയോറിറ്റി ബാറ്ററി ബാക്കപ്പ് ആണെങ്കിൽ, അതായത് അതാണ് നിങ്ങളുടെ ഏറ്റവും പിന്നെ ഏക പ്രയോറിറ്റി അതാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഫോൺ നോക്കാം. കാരണം 8000 mAh ബാറ്ററി ഉള്ളതുകൊണ്ട് അന്യായ ബാറ്ററി ബാക്കപ്പ് ആണ് കിട്ടുന്നത്. ഓക്കെ, പിന്നെ ബോക്സിൽ ഫാസ്റ്റ് ചാർജർ ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഡിസ്പ്ലേയുടെ ഞാൻ ഓൾറെഡി പറഞ്ഞു, HD+LCD ഡിസ്പ്ലേ ആണ് വന്നിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ പ്രൈസ് സെഗ്മെന്റിൽ AMOLED ഡിസ്പ്ലേ കൊടുക്കേണ്ടതായിരുന്നു. അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു ഫുൾ HD+LCD ഡിസ്പ്ലേ എങ്കിലും കൊടുക്കായിരുന്നു. അതുപോലെ തന്നെയാണ് ചിപ്സെറ്റ്. ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ ഈ ചിപ്സെറ്റും കഴിഞ്ഞ വർഷം വരെ, ആക്ച്വലി എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വർഷം ഞാൻ ഏകദേശം ഇതേ സ്പെസിഫിക്കേഷൻ ഉള്ള, അതിൽ ഫുൾ HD+LCD ഡിസ്പ്ലേ ആയിരുന്നു തോന്നുന്നു, ഏകദേശം ഇതേ സ്പെസിഫിക്കേഷൻ ഉള്ള ഫോൺ നമ്മൾ കഴിഞ്ഞ വർഷം 12,000-13,000 രൂപയുടെ ഓഫർ പ്രൈസിലാണ്, ആ പ്രൈസിൽ വന്ന ഒരു ഫോൺ നമ്മൾ റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ എക്സാക്ട് ബഡ്ജറ്റ് പ്രൈസ് സെഗ്മെന്റ് ഉണ്ടല്ലോ, ആ ഒരു 12 രൂപയുടെ പ്രൈസ് സെഗ്മെന്റ്, അത് ഇങ്ങനെ നീങ്ങി 20,000 റുപ്പീസിൽ എത്തിയിട്ടുണ്ട്. ഇനി അങ്ങോട്ട്, അതായത് ഭാവിയിൽ 1.5 വർഷത്തിന് ശേഷം പ്രൈസുകൾ കുറയുമെന്ന് എനിക്കറിയില്ല. പക്ഷേ എന്തായാലും ഇനി അങ്ങോട്ട് ബഡ്ജറ്റ് എന്ന് പറയുന്നത് 20,000 റുപ്പീസ് ആണ്. പിന്നെ ഈ പ്രൈസ് ഞാനല്ല നീക്കിയത്. ഓക്കെ, മാർക്കറ്റ് അങ്ങനെയാണ് ഇപ്പോൾ. സോ എനിക്ക് വേണമെങ്കിൽ ഈ പറഞ്ഞ കാര്യം ന്യായീകരിക്കാൻ പറ്റും, മറിച്ചല്ലെങ്കിൽ ഇവരെ ചീത്ത വിളിക്കാൻ പറ്റും. രണ്ട് ചെയ്തിട്ടും ഒരു കാര്യമില്ല. കാരണം ഞാൻ പറയുന്ന അനുസരിച്ചല്ലല്ലോ മാർക്കറ്റിൽ പ്രൈസ് ഡിസൈഡ് ചെയ്യുന്നത്. എൻ്റെ ജോലിയാണ് ഞാൻ കവർ ചെയ്യുന്ന, ടെസ്റ്റ് ചെയ്യുന്ന ഫോണിൽ എന്തൊക്കെ ഉണ്ട്, എന്തൊക്കെ ഇല്ല, പ്രൈസിങ് എങ്ങനെയുണ്ട്, അതെല്ലാം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതാണ്. അവിടെയാണ് എൻ്റെ അവസ്ഥ. ഞാൻ പറഞ്ഞില്ല ഇൻട്രോയിൽ എൻ്റെ അവസ്ഥ ഞാൻ ഷെയർ ചെയ്യാം. സോ നമ്മുടെ ചാനൽ എന്ന് പറയുമ്പോൾ നോർമലി സ്മാർട്ട് ഫോൺ അൺബോക്സിംഗ്, വേറെ കാര്യങ്ങൾ ഞാൻ കവർ ചെയ്യാറുണ്ട്, പക്ഷേ പൊതുവെ സ്മാർട്ട് ഫോൺ അൺബോക്സിംഗ് അല്ലെങ്കിൽ സ്മാർട്ട് ഫോൺ റിവ്യൂ ആണ് നമ്മുടെ മെയിൻ ടോപ്പിക്. നിങ്ങൾ ശ്രദ്ധിച്ച് കാണും, ഈയിടെ വീഡിയോസിന്റെ നമ്പർ കുറഞ്ഞു പോവാണ്. കാരണം എന്താണ്? ഇറങ്ങുന്ന ഫോണുകളുടെ നമ്പർ കുറഞ്ഞു പോവാണ്. അതും ഇറങ്ങുന്ന ഫോണുകൾ ഏത് രീതിയിലുള്ള ഫോണുകളാണെന്ന് നിങ്ങൾക്ക് അറിയാലോ. സോ പല ഫോണുകളും ലോഞ്ച് ആവുന്നുണ്ടെങ്കിൽ ഞാൻ കവർ ചെയ്യുന്നില്ലായിരുന്നു, കാരണം എനിക്ക് ഇൻട്രസ്റ്റ് തോന്നുന്നില്ല. പക്ഷേ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഞാൻ എത്ര നാളെ ഇങ്ങനെ വെറുതെ മാനത്ത് നോക്കിയിരിക്കുന്നത്. സോ ഇങ്ങനത്തെ ഒരു ഫോൺ, അതായത് P4R 20,000 റുപ്പീസിന് താഴെ ഓഫറൊക്കെ ചേർത്ത് 20,000 റുപ്പീസിന് താഴെ വരുന്നുണ്ടെന്ന് കേട്ടപ്പോൾ ഒന്ന് ടെസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഈ ഫോൺ നിങ്ങൾ വാങ്ങുന്നുണ്ടോ വാങ്ങുന്നില്ല, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്, ഞാൻ അതൊന്നും ഫോഴ്സ് ചെയ്യാൻ പോകുന്നില്ല. എനിവേ ഈ ഫോണിന്റെ പ്രൈസിങ് കാര്യങ്ങൾ, ഓഫർ ചേർത്തിട്ടുള്ള പ്രൈസിങ് കാര്യങ്ങളൊക്കെ ഞാൻ സ്ക്രീനിൽ ഷെയർ ചെയ്യാം. ഈ ഫോണിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ് താഴെ കമന്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. ദിസ് യുവർ ഫ്രണ്ട് മിസ്റ്റർ പെർഫെക്റ്റ് ടെക് സൈനിങ് ഓഫ്. ബൈ.